ഇപ്രാവശ്യം തിരുപ്പതി പോയപ്പോൾ ഉറപ്പായിട്ട് മുട്ടയടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ മുട്ടയടിക്കാനായിട്ട് പോവാണ്. ദർശനം കഴിഞ്ഞു. ദർശനം പെട്ടെന്ന് ഞങ്ങളോട് വിളിച്ച് പറഞ്ഞു. ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോൾ തിരുപ്പതി എത്തി. ഒരു 12 മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു 20 മിനിറ്റിനുള്ളിൽ വരണം, ദർശനം റെഡിയാണെന്ന്. അങ്ങനെ ഓടിപ്പിടച്ച് ഞങ്ങൾ പോയി. അപ്പോൾ നല്ല ഉച്ച സമയത്താണ് പോയത് കേട്ടോ. കാലെല്ലാം പൊട്ടി ഒരു പരുവായിട്ടോ. ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ മുട്ടയടിക്കാൻ പോവുകയാണ്. ദർശനത്തിന് മുന്നേ മുട്ടയടിക്കാൻ നിന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് മുട്ടയടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടുത്തെ നമുക്ക് ദർശനം അറേഞ്ച് ചെയ്ത ആളോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ദർശനം കഴിഞ്ഞിട്ട് മുട്ടയടിച്ചാലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ മുട്ടയടിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇവിടുന്ന് ഫ്രീ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ദർശനം അറേഞ്ച് ചെയ്ത നാളെ തന്നെ ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്തിരുന്നു കേട്ടോ. താഴെ നമ്മൾ തിരുപ്പതിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മുട്ടയടിച്ചിട്ട് വരാം. ഇത് തിരുപ്പതി മുകളിൽ തിരുമലയാണ്. ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം തിരുമല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ മുകളിൽ നിന്നാണ് മുട്ടയടിച്ചത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് മുട്ടയടിക്കേണ്ടത്. ഇവിടെ നമ്മുടെ അമ്പലത്തിൻ്റെ വകയാണ്, താഴേക്കല്ലാതെ പ്രൈവറ്റ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാനൊരു ഊഹം പറഞ്ഞതാണ്. താഴെ നിന്ന് മുട്ടയടിക്കുന്നവരുണ്ട്, താഴെ നിന്ന് മുട്ടയടിച്ചിട്ട് മുകളിലേക്ക് വരുന്നവരുണ്ട്. ഇവിടെ മുട്ടയടിക്കുന്നുണ്ട്. നല്ല ലോങ് ക്യൂ കണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ദർശനം 12 മണിക്കാണ് 12 മണിക്ക് വിളിച്ചിട്ട് 12:20 ആകുമ്പോൾ ഇറങ്ങാൻ പറഞ്ഞു. പെട്ടെന്ന് ഇറങ്ങി. എന്നിട്ട് നല്ല ചൂടുണ്ടായിരുന്നു. ചെരുപ്പെല്ലാം റൂമിലിട്ടിട്ടാണ് ഞങ്ങൾ പോയത്. കാലെല്ലാം നല്ല പുള്ളി. 12:30 ഞങ്ങൾ കയറി. നമുക്കവിടെ ആളുള്ളത് കൊണ്ട് നമുക്ക് വലിയ തിരക്കിൽ നിൽക്കേണ്ടി വന്നില്ല. 1 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ മുട്ടയും അടിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്തെ, കാരണം കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. മുട്ട അടിച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് മുട്ട അടിക്കാനായിട്ട് ക്യൂവിൽ വന്ന് കയറി. അയ്യോ, വേദയ്ക്കാണെങ്കിൽ വെള്ളം ദാഹിച്ചിട്ട് വയ്യ കേട്ടോ. അപ്പോൾ ഈ മുട്ടയടിക്കുന്ന സ്ഥലത്ത് 2 റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ എന്തോ ഒരു സ്ഥലത്ത് വെള്ളം ബോട്ടിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് ബോട്ടിൽ വെള്ളം വന്നു, പക്ഷെ അത് ബില്ല് ചെയ്യാൻ കുറച്ച് താമസിക്കും എന്ന് പറഞ്ഞു കേട്ടോ. വെള്ളമൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് സമയം ക്യൂവിൽ നിന്ന്. ക്യൂ എന്ന് പറഞ്ഞാൽ വലിയ ലോങ് ക്യൂ ആയിരുന്നു. ഇങ്ങനെ മൂവായി പോകുന്നുണ്ട്. ഞങ്ങൾ ആദ്യം കയറിയപ്പോൾ കുറച്ച് ആ ഫ്രണ്ടിലുള്ള ക്യൂവേ ഉണ്ടാവുള്ളൂ എന്ന് കരുതി. പോയി വന്നപ്പോൾ അകത്തേക്കൊക്കെ വലിയ ക്യൂ ഉണ്ട് കേട്ടോ. അങ്ങനെ ക്യൂവിൽ നിന്ന് ഞാനും വേദയും ആകെ തളർന്നു പോയി. ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ട് ഇറങ്ങിയപ്പോൾ ഒരു 3 മണിയെങ്കിലും ആയേ. ഇപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര തിരക്ക്. അതിൻ്റെ ആവാം ഈ ഒരു ക്യൂ എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എപ്പോഴും വന്നാലും തിരക്കാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നത് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം കുറച്ച് ക്യൂ കുറവായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മുട്ടയടിക്കുന്ന സ്ഥലത്ത് ഇത്രയും തിരക്കുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. കണ്ടപ്പോൾ അതിശയം തോന്നിയേ. അപ്പോൾ അവിടെ ഷേവ് ചെയ്യുന്ന സ്ഥലത്ത് കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് ഷേവ് ചെയ്യാനായിട്ട്. എങ്കിലും ഇവിടെ നിന്ന് ഒരു കൂപ്പൺ എടുത്ത്, അത് ഫ്രീ ആണ് കേട്ടോ, എല്ലാം ഫ്രീ ആണ്. കൂപ്പൺ എടുത്ത് ബ്ലേഡെല്ലാം ഇവിടെ നിന്ന് തന്നെ തരും, എല്ലാം ഫ്രീ ആണ്. ഒരു കൂപ്പൺ എടുത്തിട്ട് വേണം, ഒരു ടോക്കൺ നമ്പർ തരും, ഒരു നമ്പർ തരും. അവിടെ നിന്ന് പോയി നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് നമുക്ക് ലഡുവൊക്കെ കിട്ടി, അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് നേരെ റൂമിൽ പോലും പോകാണ്ടാണ് ഇങ്ങനെ വന്നത്. മുട്ടയടിച്ച് ഫുഡും കഴിച്ച് നമുക്ക് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷേ പണി പാടി. ദർശനത്തെക്കാട്ടി ക്യൂ ആയിരുന്നു ഞങ്ങൾക്ക് മുട്ടയടിക്കുന്ന സ്ഥലത്ത്. എത്ര ഉണ്ടാവുമെന്ന് അറിയില്ല. ദർശനത്തിന് പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആളുള്ളത് കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. അവിടെ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. പക്ഷേ ഇവിടെ അതിനു വേണ്ടി ഞങ്ങൾ കുറച്ച് സമയം ലോങ് ക്യൂ നിൽക്കേണ്ടി വന്നു. കുറച്ച് നേരം നിന്നു. ക്യൂ നിന്നതല്ല ബുദ്ധിമുട്ട്, വിശന്ന് പോയി, വെള്ളവും ഇല്ലാണ്ടായിപ്പോയി. എനിക്ക് പേടിയായിരുന്നു വേദ കറങ്ങി വീഴുമെന്നുള്ളത്. ഞങ്ങളൊരു 12:30 ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. 3-4 മണി വരെ വെള്ളം ഇല്ലാണ്ട് അങ്ങ് വലങ്ങിപ്പോയി. വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഒക്കെ ആണ് കേട്ടോ. വെള്ളം പോലും ഇല്ലാണ്ട് ഞങ്ങൾ ആകെ വലങ്ങിപ്പോയി. ഈ ക്യൂവിൽ നിന്നാണ് ഞാൻ ഇറങ്ങിയിട്ട് വെള്ളം തപ്പി അവിടെയൊക്കെ പോയി. നടന്ന ക്ഷീണവും വെള്ളം കിട്ടാത്ത ക്ഷീണവും എല്ലാം കൂടെ ആയപ്പോൾ ഞാനും ആകെ കുഴങ്ങി കേട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഈ ലൈനിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കൂപ്പൺ എടുക്കുന്ന സ്ഥലം കിട്ടും. കൂപ്പണിൽ നമ്മുടെ ആരുടേതാണ് പോവേണ്ട അവരുടെ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറും ഒരു ബ്ലേഡിൻ്റെ പകുതി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാനും വേദയും കൂടി കുറച്ച് മുടി കൊടുക്കുന്നുണ്ട്. ഷേവ് ചെയ്യുന്നില്ല, ശകലം കൊടുക്കുന്നേ ഉള്ളൂ. കുറച്ച് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേറെ കൂപ്പണൊന്നും എടുക്കണ്ട, കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ് ഏട്ടന് മാത്രം ഒരു കൂപ്പണും ഒരു പകുതി ബ്ലേഡും കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് മുട്ടയടിക്കുന്ന വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അവർ സമ്മതിക്കുന്നില്ല, എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇതുപോലൊരു കൂപ്പൺ തരും. ആളിരിക്കുന്നതിൻ്റെ താഴെ മുകളിലൊരു നമ്പർ ഉണ്ടാവും, കൂപ്പണിലുള്ള നമ്പർ ഉണ്ടാവും, ആളുടെ അടുത്ത് പോവുക. പക്ഷേ ഇതിനകത്ത് വലിയ തിരക്കില്ല, ചെറിയൊരു തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളേ. അങ്ങനെ ഏട്ടൻ മുട്ടടിക്കുന്നതിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും ഒരു ശക്കലം മുടി അവർ മുടി എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കുറച്ച് മുടി കട്ട് ചെയ്തിങ്ങെടുത്തേ. എന്നിട്ട് ഞാനും വേദയും കട്ട് ചെയ്ത ശേഷം ഏട്ടനും ഷേവ് ചെയ്ത് ഈ ഒരു രൂപത്തിൽ ഏട്ടനെ കിട്ടി. അവിടെ നിന്നൊരു കുറിയെല്ലാം അടിച്ച്, തിരുപ്പതി ഭഗവാന്റെ ഒരു കുറിയും എല്ലാം അടിച്ച് മുട്ടയൊക്കെ അടിച്ച് ഞാനങ്ങനെ പേരിട്ട് മനോജ് ഗാരു എന്നൊക്കെ പേരിട്ട് മുട്ട മനോജായി ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഏട്ടൻ എനിക്കൊന്നും താടി ഉള്ളതിനെക്കാട്ടി ഈ ഒരു ലുക്ക് കൊള്ളാൻ തോന്നും. ഈ ഷേവ് ചെയ്യുന്ന വീഡിയോ ഒന്നും അവർ എടുക്കണ്ട ഇറങ്ങും, അതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തതുമില്ല.
അങ്ങനെ മുട്ടയെല്ലാം അടിച്ച ശേഷം ഞങ്ങൾ നേരെ ഇറങ്ങി റൂമിലേക്ക് പോയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ ആണ്, വീഡിയോ ഒന്നും എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് അധികം ലെങ്തി ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് കിട്ടിയ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഷേവ് ചെയ്യുന്നവർ മുകളിൽ പോയി തിരുമല ഭഗവാന്റെ അടുത്ത് പോയി ഷേവ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. താഴെയും ചെയ്യുന്നവരുണ്ട്, എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ പിന്നെ എല്ലാം ഫ്രീ ആയിരുന്നു കേട്ടോ. ഇതാണ് ഇന്നത്തെ വിശേഷം.